ഈ പൊടി എന്ന് പറഞ്ഞ സാധനത്തിനോടുള്ള അലർജിയേക്കാൾ അലർജിയാണ് എന്തെന്നറിയാം. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഡോക്ടർ മുഹമ്മദ്. അപ്പോൾ എന്താണ് അലർജി? അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അലർജി? അലർജി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അലർജി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതേപോലെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അലർജിക്ക് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്നതൊക്കെയാണ്. ഇതൊക്കെ നമുക്കൊന്ന് വ്യക്തമായിട്ട് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് അലർജി എന്നുള്ളത് പറയാം. അലർജി എന്ന് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കും. നമ്മുടെ വീട്ടിലേക്ക് കള്ളന്മാരൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നായിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, കെട്ടിയിട്ടു. നായ എന്ത് ചെയ്യും, എപ്പോഴും നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ നായിനെ വെച്ചത് എന്തിനാണ്? അകത്തേക്ക് കള്ളന്മാരൊന്നും കയറാതിരിക്കാൻ, നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നായിനവിടെ വെച്ചത്. പക്ഷേ ഈ നായി കുറച്ച് കഴിഞ്ഞപ്പോൾ നായ്ക്കൊരു അസുഖം വന്നിട്ട് ആരുള്ളിൽ കയറിയാലും, അതായത് നമ്മുടെ ബന്ധുക്കൾ നമുക്ക് പ്രിയപ്പെട്ടവർ കയറിയാൽ പോലും എന്ത് ചെയ്യണം, ആ നായി അവരാക്രമിച്ചിട്ട് അവിടെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ ഒരു അവസ്ഥകൾ മനസ്സിലാക്കുക. ഇതേപോലെയാണ് നമ്മുടെ ശരീരത്തിൽ അലർജി ഉള്ള ആളുകളുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് പൊടി എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള വിഷയമല്ല, വലിയ പ്രശ്നമല്ല, കുറച്ചൊന്നും കയറി എന്ന് വെച്ചിട്ട് അല്ലേ. എന്നാൽ അലർജി ഉള്ള ആൾക്ക് സംഭവിക്കുക, പൊടി കയറുമ്പോഴത്തേനും ശരീരം ഓവറായിട്ടാണ് റിയാക്ട് ചെയ്തിട്ട് പിന്നെ ഈ പൊടിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തുമ്മ അല്ലേ, നന്നായിട്ട് തുമ്മ, ചുമക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ബോഡീൻ്റെ മെക്കാനിസം. അത് ഓവറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് ചെറിയ പൊടി അടിക്കുമ്പോഴേക്ക് ഈ തുമ്മൽ, അലർജി ഉള്ള ആളുകൾക്ക് തുമ്മലും ചുമയും ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് മാറുന്നത്. ഈ ചൊറിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ചൊറിയുന്നത് എന്തിനാണ്? നമ്മളവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ബോഡീൻ്റെ ഒരു മെക്കാനിസമാണ് ചൊറിച്ചിൽ എന്ന് പറയുന്നത്. അതും അതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അലർജി എന്ന് പറയുന്നത്. ഈ അലർജിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ അധികം ആളുകൾക്ക് അറിയുന്നതായിരിക്കും. തുമ്മൽ, മൂക്കൊലിപ്പ്, കണ്ണൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, ചുമ, ശ്വാസം മുട്ടൽ, പിന്നെ ചൊറിഞ്ഞ് കറുപ്പ് നിറത്തിൽ എക്സിമ, ഡെർമറ്റൈറ്റിസ് ഒക്കെ പോലെ വന്നിട്ട് കാലിലും മുട്ടിൻ്റെ ഭാഗത്ത്, വയറിൻ്റെ ഭാഗത്ത്, കയ്യിൻ്റെ മുട്ടിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ തൊപ്പക്കുഴി പഠിച്ച പോലെ നല്ല വീർത്തിട്ട് ഉയർന്ന ബമ്മിയായിട്ട് വരുന്ന ഫ്ലഫ് ആയിരുന്നു അങ്ങ് തൊട്ട് നെങ്ങുന്ന രീതിയിലുള്ള ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട്, വയറിൻ്റെ ഭാഗത്ത്, കയ്യിൽ ഒക്കെ ആയിട്ട് പൊന്തുന്നത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലക്ഷണങ്ങൾ ഈ അലർജിക്കുണ്ട്. ഈവൻ എത്രത്തോളം സൂര്യ വെളിച്ചം തട്ടിയാൽ പോലും അലർജി വരുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോനെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഇതിനൊക്കെ മരുന്ന് തേടി പോകുന്നതിന് പകരം ആദ്യം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് കറക്റ്റ് നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്തിട്ടും ഇത് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി കേട്ടോ. അതല്ലാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഡോക്ടർ ഇത് പറഞ്ഞുതരും, ഡോക്ടർ അതിൻ്റെ കൂടെ മരുന്നും തരും. ഇപ്പോൾ രണ്ടും എന്ത് ചെയ്യണ്ട, രണ്ടും ആദ്യം ആവശ്യമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കുക ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോ. ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഈ അലർജി എന്ന് പറയുന്നത് ഓവർ റിയാക്ഷനാണ് അല്ലേ. അപ്പോൾ ഒരാൾക്ക് പൊടിനോടാണ് അലർജി എങ്കിൽ മാക്സിമം പൊടി ഉള്ള സ്ഥലത്തു നിന്ന് ഒഴിവാക്കുക. അപ്പോൾ പൊടിനോട് അലർജി എന്ന് പറയുമ്പോൾ ഈ പൊടി എന്ന് പറഞ്ഞ സാധനത്തിനോടുള്ള അലർജിയേക്കാൾ അലർജിയാണ് എന്തെന്നറിയോ, ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞ സാധനം. ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള പുതപ്പ്, ബെഡ്ഷീറ്റ്, തലയണൻ്റെ കവറ്, അതേപോലെ കാർപ്പറ്റുകൾ, അങ്ങനെ ഫ്ലഫി ആയിട്ട് കുട്ടികളുടെ ടോയ്സ് ഉണ്ടാവുമല്ലോ, നല്ല പഞ്ഞി നിൽക്കുന്ന ബൊമ്മകളൊക്കെ, അതിലൊക്കെ ഈ ഡസ്റ്റ് മൈറ്റ് എന്ന കുഞ്ഞു ജീവിയാണ്. നമ്മൾ കണ്ണോട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിക്ക 0.2 മില്ലിമീറ്ററൊക്കെയാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ചെറിയ കുഞ്ഞു ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവികൾ അതിൻ്റെ കാഷ്ടമൊക്കെ എന്ത് വരും, പുറത്തേക്ക് വരും. അതാണ് മെയിനായിട്ട് ഈ അലർജിയുടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാഷ്ടം എന്തൊക്കെ ഇവിടെ ഉണ്ടാവും, നമ്മളീ പുതപ്പിലും എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇതിൽ കിടന്നിട്ടാണ് നമ്മൾ എണീക്കുന്നത്. ഇതൊക്കെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ടാവും. ഇത് അലർജിക്ക് റിയാക്ഷൻ തുടങ്ങും. അത് കാരണമായിട്ട് മൂക്കടപ്പ്, മൂക്ക് ചൊറിച്ചിൽ, മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കുകയൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, തുടങ്ങും. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. ഈ ഡസ്റ്റ് മൈറ്റുകളെ തുരത്താൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഡസ്റ്റ് മൈറ്റുകളുടെ പ്രത്യേകത 60 ഡിഗ്രിന് മുകളിൽ നിങ്ങളതിനെ ചൂടാക്കുകയാണെങ്കിൽ, അത് എക്സ്പോസ്ഡ് ആയാൽ എന്ത് ചെയ്യും,
ചത്തുപോകും. ഐറ്റങ്ങൾ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, കുറച്ച് ചൂടുള്ള വെള്ളം കൈ തൊട്ടാൽ ചെറിയ രീതിയിൽ നല്ല പൊള്ളുന്ന വെള്ളം വേണമെന്നില്ല, തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല. തിളച്ചിട്ട് ഒന്ന് കുറച്ച് മിക്സ് ആക്കിയിട്ട് അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങൾ പുതപ്പുകളും എല്ലാം എന്ത് ചെയ്യുക, ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും, 2 പ്രാവശ്യം ഞാൻ പറയും, 2 പ്രാവശ്യം നിങ്ങൾ തിരുമ്പണം, അലക്കണം കേട്ടോ. അലക്കിയെടുത്ത് സൂര്യ വെളിച്ചത്തിലിട്ട് ഉണക്കാൻ ശ്രമിക്കുക. ഇനി മഴക്കാലമാണെങ്കിലോ എന്നൊക്കെ സംശയം ഉണ്ടാകും. എന്നാൽ ആ സൂര്യ വെളിച്ചം നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കറക്റ്റ് അലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്നാമത്തെ വിഷയം. അപ്പോൾ ഈ ഡസ്റ്റ് മൈറ്റുകൾ പോകും. മാത്രം പോരാ, പൊടി അധികം ഉണ്ടാകുന്ന കാർപ്പറ്റുകളൊക്കെ എന്ത് ചെയ്യണം, കഴിയുന്നത് ഒഴിവാക്കുക. ചവിട്ടിയൊക്കെ ഇടാം. ചില ആളുകൾ ഡൈനിങ്ങുകളിൽ വലിയ കാർപ്പറ്റൊക്കെ ഇടുന്ന ആളുകളുണ്ട്. അതിലൊക്കെ എന്ന് വെച്ചാൽ നല്ലതായിട്ട് പൊടി നിൽക്കും. പിന്നെ അതേപോലെ നമ്മുടെ ഒരിക്കലും ക്ലീൻ ആക്കാൻ പറ്റാത്ത ടൈപ്പ് കർട്ടൻസൊക്കെ ഉണ്ട് ഇപ്പോൾ വരുന്നത്. ക്ലീൻ ആക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള, പൊടി പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പിടിച്ച് നിൽക്കുന്ന ടൈപ്പ് ഓഫ് കർട്ടൻസ് ഉണ്ട്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. കാരണം അത് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അടുക്കാൻ പറ്റിയ സാധനമല്ലേ ഈ കർട്ടൻ എന്ന്. കുറച്ച് പ്രയാസമുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലീൻ ചെയ്യില്ല. അപ്പോൾ അതിന് ഈ പൊടി ഉണ്ടാവും. അത് മാത്രം മതിയാവും ചിലപ്പോൾ അലർജി ഉണ്ടാവാൻ കേട്ടോ. ഇതൊക്കെയാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പൂപ്പലുകൾ, ഫംഗൽ ഗ്രോത്ത് വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ഫംഗൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പേഷ്യൻസിനോട് പറയുമ്പോൾ ഡോക്ടർ എൻ്റെ വീടൊക്കെ ഭയങ്കര ക്ലീനാണ്, ഞങ്ങളൊന്നും അത് ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളുകളാണെന്ന് പറയും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു സ്ഥലം ഉണ്ടാവും. നമ്മളെ അലമാറിൻ്റെ അകത്ത് ഈ വീടിനകത്ത് ടോയ്ലറ്റുള്ള ആളുകളുടെ ടോയ്ലറ്റിൻ്റെ അപ്പുറ ഭാഗം ചുമര് വരുന്നവിടെ ഉണ്ടാവില്ലേ, ആ ഭാഗത്ത് ഈ ഒരു നനവുള്ളൊരു കാരണം പൂപ്പൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പൂപ്പലുണ്ടോ നോക്കണം. കാരണം ഈ പൂപ്പൽ ഫംഗസ് മോൾസ് ഒരു സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഭയങ്കര അലർജിക്കാണ്. ആ സ്പോർസ് അകത്തേക്ക് കയറിയിട്ട് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കും. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ പൂപ്പൽ കണ്ടാൽ വെള്ളം കൊണ്ട് തുടച്ചാൽ മതിയോ? വെള്ളം കൊണ്ട് തുടക്കുന്നതിനെക്കാട്ടും നല്ലതേ നിങ്ങൾ കുറച്ച് വിനാഗിരി എടുക്കുക, അതല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് അതിലൊരു ശീല മുക്കിയിട്ട് അതുകൊണ്ടൊന്ന് തുടക്കുക ചുമരൊക്കെ, ആ പൂപ്പലുള്ള ഭാഗങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ പിന്നീടുള്ള ഗ്രോത്തും നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തത് AC ആണ്. ഈ AC പല ആളുകളും ഫിൽറ്റർ ക്ലീൻ ആക്കാറില്ല. അപ്പോൾ ക്ലീൻ ആക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരാൾ വിളിക്കണം, ആൾ പിന്നെ വിളിച്ചാൽ കിട്ടാൻ ഭയങ്കര പണിയാണ്. വിളിച്ച് ആൾ വന്ന് ക്ലീൻ ആക്കണ്ടേന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത് സിമ്പിളായിട്ടാണ്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് സിമ്പിളാണ്. ഈ 2 ഭാഗത്തും പിടിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിങ്ങനെ തുറന്ന് കഴിഞ്ഞിട്ട് 2 ഫിൽറ്റർ കാണാൻ പറ്റും. ഇത് ഇതൊന്നും എടുക്കുക, ഇത് ഒന്നിങ്ങനെ എടുക്കുക 2 രീതിയിൽ. എന്നിട്ട് ഇത് വെള്ളത്തിൽ നല്ലോണം അടിച്ച് കഴിയുക. ക്ലീൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ മുറുക്കി കയറ്റി വെക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾക്ക് ചില ഭക്ഷണങ്ങൾ അലർജി ഉണ്ടാവും. ചില ആളുകൾക്ക് ബീഫ് അലർജി ആയിരിക്കും, പാൽ അലർജി ഉണ്ടാവും, മുട്ട പ്രശ്നമുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെ പലതരം ഫുഡിനോട് അലർജി ഉണ്ടാവും. ആ ഫുഡുകളൊക്കെ ഒന്ന് മാറ്റി വെക്കുക, കഴിയുന്നതും മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും ഇത് കാലാകാലം ഒഴിവാക്കേണ്ടി വരുമോ എന്നുള്ളത്. ചില അലർജികളൊക്കെ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ താനെ ബോഡിയിൽ നിന്ന് പോകാറുണ്ട്. പിന്നെ നമുക്ക് മെഡിക്കേഷൻസും ഹോമിയോപ്പതിയിലൊക്കെ നല്ല മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ മെഡിസിൻ എടുക്കുമ്പോൾ നമുക്ക് അത് ശരിയാക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ തന്നെയാണ് വീട്ടിൽ പൂച്ച പട്ടിയൊക്കെ അകത്ത് കയറിയിട്ടുള്ള പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ രോമമൊക്കെ ഭയങ്കരമായിട്ട് അലർജിക്ക് ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനോട് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ അകത്തേക്ക് പൂച്ചകളെയും ഇങ്ങനത്തെ പെറ്റ്സിനെ ഒന്നും ചെയ്യാതിരിക്കുക, കയറ്റാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ബെഡ്റൂമിലേക്കൊന്നും കയറ്റാതിരിക്കുക. പിന്നെ ചില ആളുകൾ കാലിൻ്റെ അവിടെ പൊട്ടുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്തിനിപ്പോൾ ഈ അലർജി വന്ന് ചൊറിഞ്ഞ് പൊട്ടുന്നത്. അത് പല ആളുകളുടെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയാൽ മതി. നമ്മളുടെ എക്സ്പോഷർ വരുന്ന ഭാഗത്താണ് അധികം, അതായത് പുറത്ത് പൊടിയൊക്കെ തട്ടുന്ന ഭാഗത്തായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അത് പൊടിയുടെ അലർജി ആണെങ്കിലാണ് ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഷൂ ഇട്ട് നോക്കുക. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഷൂ ടൈപ്പ് ചപ്പൽസ് വാങ്ങാൻ കിട്ടും, അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സോക്സൊക്കെ ഇട്ടാൽ ഇപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻറ്റിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടിക്ക്. അപ്പോൾ കുട്ടീനോട് ജസ്റ്റ് ഞാൻ ഷൂ ഇടാൻ പറഞ്ഞു.
ഷൂട്ടിന് ശേഷം കുട്ടീൻ്റെ കാല് നല്ല ക്ലീനായി വന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ അലർജിക്ക് ആ ഒരു എക്സ്പോഷർ പോകുമ്പോൾ തന്നെ അതൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടാറുണ്ട്. പിന്നെ ഇതിൽ വരുന്ന പ്രധാന പ്രശ്നമാണ് മൂക്കടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂക്കടപ്പിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഈ അലർജി ആളുകളിലുള്ളത്. ഒന്ന് മൂക്കിൻ്റെ എല്ലിനുണ്ടാകുന്ന വളവും, പിന്നെ നമ്മൾ ഇൻഫീരിയർ ടെർബിനേറ്റ് വലുതായിട്ട് നിൽക്കുന്ന, അതായത് ദശ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ദശ, ആ ദശ വലുതായിട്ട് ഉണ്ടാകുന്ന അടപ്പും. അപ്പോൾ ഇതിന് രണ്ടിനും ചെയ്യാൻ പറ്റിയത് പിന്നെ ഹോമിയോപ്പതിയിലൊക്കെ നമ്മൾ നേസൽ ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. ഡ്രോപ്സിലൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതേപോലെ മെഡിക്കേഷൻസിലൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് മൂക്കടപ്പിന് ഉണ്ടാകുന്ന വിഷയങ്ങൾ. അതേപോലെ ഈ എല്ലിൻ്റെ വളവാണെങ്കിൽ പിന്നെ നമുക്ക് മെഡിക്കേഷൻസ് ഒന്നും എന്തില്ല, കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടി സർജറി തന്നെയാണ് ഓപ്ഷൻ ഉള്ളത്. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ അത് ചികിത്സിച്ച് മാറ്റാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾക്ക് തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ അലർജി വരുന്ന ആളുകളുണ്ട്. അവർ ഫാനിൻ്റെ ചോട്ടിൽ നേരെ കിടക്കാതിരിക്കുക, എസിൻ്റെ കാറ്റ് നേരിട്ട് വരുന്ന മുഖത്തേക്ക് അടിക്കുന്ന രീതിയിൽ കിടക്കാതിരിക്കുക. ഇതൊക്കെയാണ് അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സിമ്പിൾ ട്രിക്കാണ് പല ആളുകൾക്കും എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ രാവിലെ എണീക്കുമ്പോഴാണല്ലോ അധികം ആളുകൾക്കും ഈ ഒരു തുമ്മൽ അധികമായിട്ടുള്ളത്. നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതൊന്ന് ശീലാക്കുക. രാവിലെ എണീറ്റുകൊണ്ട് തന്നെ മുഖമൊക്കെ ഒന്ന് കയറ്റി മൂക്കിൻ്റെ അകത്ത് വെള്ളം കയറ്റിയിട്ട്, നല്ല വെള്ളമാണ് കേട്ടോ, നല്ല വെള്ളം കൊണ്ട് മൂക്കിൻ്റെ അകത്ത് കയറ്റിയിട്ട് ചീറ്റിയിട്ട് എന്ത് ചെയ്യാം, 2-3 പ്രാവശ്യം. ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വുളു കൊടുക്കുന്ന സമയത്ത് തന്നെ സുന്നത്ത് കൂടെ ആണല്ലോ. അപ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റിയിട്ട് അതിൻ്റെ നല്ല രീതിയിൽ അത് ചെയ്യാം. എല്ലാ വുളു കൊടുക്കുമ്പോഴും ഒന്ന് ശീലാക്കി നോക്കിയേ, അലർജി കുറയാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ആ ഉള്ളിലേക്ക് കയറിപ്പോയതൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ആയിട്ട് പോകും. നമ്മൾ സോപ്പ് അലർജി ഉള്ള ആളുകൾ ആ സോപ്പൊന്ന് മാറ്റി വെക്കുക. നമ്മൾ വീട്ടിൽ വാങ്ങുന്ന വാഷ്, നമ്മളെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വരുന്ന അലർജി ആണെങ്കിൽ ആ കമ്പനി മാറ്റി വേറെ കമ്പനി എടുക്കുക. ഇങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ കൊടുന്നാൽ തന്നെ ഒരുവിധ അലർജിയൊക്കെ നല്ല രീതിയിൽ മാറി കിട്ടാറുണ്ട് കേട്ടോ. ഇനി അലർജിയിൽ ഭക്ഷണങ്ങൾക്ക് വല്ല പങ്കുണ്ടോ? വലിയ ചോദ്യമാണത്. നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ്. ഭക്ഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ അലർജി ഉള്ള ആളുകൾ അതെന്തായാലും ഒഴിവാക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. ആദ്യം ഒഴിവാക്കേണ്ടതിന് പകരം പിന്നെ കഴിക്കേണ്ടത് എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ഒഴിവാക്കേണ്ടത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കഴിക്കേണ്ടത് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റുള്ള ഭക്ഷണങ്ങളാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കാതിരിക്കാൻ, ഉള്ള നീർക്കെട്ടിനെ ഒഴിവാക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ, അതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. ഉദാഹരണത്തിന് ടേർമറിക്, അതായത് മഞ്ഞൾ, പിന്നെ ഗാർലിക്, വെളുത്തുള്ളി. ചില ആളുകൾക്ക് വെളുത്തുള്ളിയോട് അലർജി വരാറുണ്ട്. അവർ വലിച്ച് കഴിക്കാൻ നിൽക്കണ്ട, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കഴിക്കാം. പിന്നെ ഒന്നാണ് ജിഞ്ചർ, ഇഞ്ചി. ഈ ഭക്ഷണങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്. ഒരു കുരുമുളകിനും ഒരു എഫക്റ്റ് ഉണ്ട്. കുരുമുളകും മഞ്ഞളിനും നല്ല ഒരു കോമ്പിനേഷൻ, നല്ല എഫക്റ്റ് ആണെന്ന് ചില പഠനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണങ്ങൾ. നമ്മുടെ നത്തോലി, മത്തി തുടങ്ങിയ മീനുകളുണ്ടല്ലോ. ഈ മീനുകൾ, അതേപോലെ വാൾനട്ട്, ബാക്കിയുള്ള നട്ട്സുകൾ, പിന്നെ ചിയ സീഡ്സ്, ഇതൊക്കെ നമ്മൾ ശീലാക്കി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതിന് പ്രത്യേകം നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടിനെ നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അലർജി കുറഞ്ഞു കിട്ടും. പിന്നെ മൂന്നാമത്തെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ്. പ്രത്യേകിച്ചും പേരക്ക. ഒരു പേരക്ക കഴിച്ചാൽ തന്നെ, നമ്മൾ സാധാരണ വൈറ്റമിൻ സി കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക നാരങ്ങ, ഓറഞ്ച് ആയിരിക്കും, ഓറഞ്ച് വർഗ്ഗങ്ങൾ, ഓറഞ്ച്, മുസമ്പിയൊക്കെ. എന്നാൽ ഒരു പേരക്കയിൽ 4 ഇരട്ടി ഓറഞ്ചിനേക്കാൾ വൈറ്റമിൻ സി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പേരക്ക എന്ത് ചെയ്യുക, എന്നും ഒന്ന് കഴിക്കുന്നത് നമ്മൾ ശീലാക്കുക. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ വൈറ്റമിൻ സി കാരണമായിട്ട് നമുക്ക് പ്രതിരോധശേഷി നല്ല എന്ത് ചെയ്യും, ആക്റ്റീവ് ആവുന്നല്ല, അതിന് ഒന്നുകൂടി എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഈ ഓവർ റിയാക്ഷൻസൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടുന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകളാണെങ്കിൽ വൈറ്റമിൻ ഡി നോർമലാക്കി വെക്കണം. വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ടെസ്റ്റ് ചെയ്ത് നോക്കണം. അധികം ആളുകളും കുറവുണ്ടോ, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. അവർ വീടിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങൽ വളരെ കുറവാണിപ്പോൾ. അപ്പോൾ വീടിൻ്റെ അകത്തു നിന്ന് തന്നെ എല്ലാ പരിപാടികളും കഴിയല്ലേ, അനക്കുന്നതും പിന്നെ കുളിക്കുന്നതെല്ലാം വീടിൻ്റെ അകത്തുനിന്ന് തന്നെ കഴിയാണ്. അപ്പോൾ പുറത്തിറങ്ങുന്നത് കുറവാകുന്നതുകൊണ്ട് വൈറ്റമിൻ ഡി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാൽ തീരെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ടാകും, മുടി കൊഴിച്ചിൽ, വേദന, ശരീരം മൊത്തമായിട്ട് വേദന, കാര്യങ്ങൾ, മസിലുകൾക്ക് വേദന, ഒരു ക്ഷീണം, പിന്നെ പീരിയഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റീസ്, പീരിയഡ്സ് മാസം മുറ തെറ്റി വരിക, അതേപോലെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ്, ദേഷ്യം, സങ്കടം, അങ്ങനെ മാറി മാറി കളിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കുക.
അത് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ അലർജീൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഒരു അൾട്രേഷൻ വരാറുണ്ട്. അതായത് അലർജി നന്നായിട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ അതും എന്ത് ചെയ്യണം, നോർമലാക്കി വെക്കണം. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കറിയൊക്കെ പറ്റുന്നതൊക്കെ നന്നായിട്ട് കഴിക്കുക. ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞുതരാം. ഇപ്പോൾ കാര്യമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഫാസ്റ്റ് ഫുഡിൽ തന്നെ ഈ ബ്രോസ്റ്റ്, എണ്ണയിൽ പൊരിച്ച് വരുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഒഴിവാക്കുക. ഊതിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ വരുമ്പോൾ 1-2 പീസ് എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചോളി. എപ്പോഴെങ്കിലും കഴിക്കുക. ഇതിങ്ങനെ ലൈസൻസ് വരുമ്പോൾ പേടിയാണ്. അങ്ങനെ എപ്പോഴേലും കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇന്നും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എന്നും അങ്ങോട്ടായിപ്പോവും. അങ്ങനെ ആവരുത്. നമ്മൾ തടിയാണ്, നമ്മൾ നോക്കണം. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഷെഡ്യൂൾ വെക്കുക. ഇപ്പോൾ 1 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ അത് കഴിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഒന്ന് കഴിക്കാം കേട്ടോ. ആ രീതിയിലേക്ക് മാറ്റുക. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും കഴിക്കാതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ ചായ കുടിക്കരുതെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് നിങ്ങൾ ചായ കുടിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരോ വന്നിട്ട്. അപ്പോൾ ചായ കുടിക്കരുത് എന്നല്ല വീഡിയോയിൽ പറയുന്നത്. 2-3 ഗ്ലാസ്, മാക്സിമം 4, അതിന് പുറത്തേക്ക് പോകരുതെന്ന്. ഏത് അമിതമായാലുള്ള പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിന് ചിട്ടപ്പെടുത്തേണ്ടത് കേട്ടോ. പിന്നെ ഒഴിവാക്കേണ്ടത് പാക്കേജിലായിട്ട് വരുന്ന ഭക്ഷണങ്ങൾ. പാക്കറ്റിൻ്റെ അകത്ത് വരുന്നതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒക്കെയാണ്. നമ്മുടെ ബോഡിയിലേക്ക് അത് കുറച്ചൊന്നും കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമെങ്കിലും നീർക്കെട്ടിൻ്റെ അളവ് കൂടും. നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അതിൻ്റെ കെമിക്കൽസ്, ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യും, ഇൻ്റർലൂക്കിനും TNF ഒക്കെ എന്ത് ചെയ്യും, അത് കൂടും. അത് കൂടുമ്പോൾ അതിനനുസരിച്ച് നീർക്കെട്ട്, ഹിസ്റ്റമിൻസ് കൂടിയിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് ഒരു തെളിയിച്ചൊരു സംഭവമാണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ലേസ്, പിന്നെ ബേക്കറികൾ ഉണ്ടാവില്ലേ, പാക്കറ്റിൽ വരുന്ന ബേക്കറികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കേട്ടോ. പിന്നെ അമിതമായിട്ട് ഷുഗറിൻ്റെ ഉപയോഗം നിങ്ങൾ ഒഴിവാക്കണം. ഷുഗർ നമുക്ക് ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ്. പഞ്ചസാര ലേശം നമ്മുടെ ചായയിൽ ഇടുന്നതിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മളെ വെള്ളരി ഉണ്ടല്ലോ, വെള്ളരി വലിയൊരു പ്രശ്നക്കാരനാണ്. വെള്ളരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ അമിതമാവാതെ നോക്കുക. അതായത് ബ്രെഡുകൾ, വെള്ള ബ്രെഡുകൾ ഒഴിവാക്കുക. ബ്രെഡ് അല്ലാതെ യൂസ് ചെയ്യേണ്ട. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഇല്ലാതെ ജീവിക്കാമല്ലോ. പിന്നെ നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ചോറായിരിക്കും. ചോറ് തിന്നാതെ എങ്ങനെ ഡോക്ടറെ ജീവിക്കാമെന്നായിരിക്കും ചോദ്യം. അപ്പോൾ ചോറ് കുറയ്ക്കുക കേട്ടോ. എന്നിട്ട് പച്ചക്കറികൾ കൂടുതലാക്കുക. പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൂടുതലാക്കിയിട്ട് ചോറൊന്ന് കുറച്ച് കൊണ്ടുവരിക. നമുക്ക് കഴിയും, സിമ്പിളാണ്. ചോറിൻ്റെ കൂട്ടത്തിൽ നല്ല രസമുള്ള കറികൾ. ചിക്കൻ നിങ്ങൾ തിന്നോളി, ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നുവെച്ചാൽ ചിക്കനെ കുറിച്ച് വീഡിയോ ഇടണം. പല ആളുകൾ ചിക്കനെ വല്ലാതെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ല പ്രോട്ടീൻ്റെ സോഴ്സാണ്. അത് അധികം ആളുകൾക്ക് ആലോചിച്ച് ചിക്കനോട് അലർജിയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ അലർജിയുള്ള ആളുകൾ അതും തുടരുത്തിട്ട് അതൊക്കെ നോക്കണം. ഈ ഫുഡുകളൊക്കെ പറയുമ്പോഴും അലർജിയുള്ള ആളുകൾ ഒഴിവാക്കണം. അപ്പോൾ ഈ ചിക്കന് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സാധനമാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് റിഫൈൻഡ് ആയിട്ട് വരുന്ന ഓയിലുകൾ. നിങ്ങൾ ഓയിൽ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്ത് റിഫൈൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ നോക്കണം. അതായത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാവും, പാം ഓയിൽ ഉണ്ടാവും, ഒരുപാട് ടൈപ്പ് ഓയിൽസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും റിഫൈൻഡ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അമിതമായിട്ട് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കഴിയുന്നത് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനൊക്കെ വീട്ടിൽ നിന്ന് അടുത്തുള്ള മില്ലിൽ നിന്നോ വിശ്വസ്തമായിട്ടുള്ള മില്ലുകളിൽ കൊടുക്കുന്നുണ്ടാവും. നമുക്ക് വിശ്വാസം, നമ്മുടെ നാട്ടിലുള്ള ആൾ തന്നെ ആയിരിക്കുമല്ലോ, ആ വിശ്വാസം ഉണ്ടാവും നമുക്ക്. അങ്ങനത്തെ ആളുകളുടെ അടുത്ത് നിന്ന് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. ഇനി വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് ഡോക്ടറെ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ എന്താ ചെയ്യുക, ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതാണ് കേട്ടോ. ഇതിന് പിന്നെ ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകൾ അമിതമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ് ഫാറ്റുകൾ നന്നായിട്ടുണ്ട്. ഈ ട്രാൻസ് ഫാറ്റുകൾ പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതല്ല. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്തോളി. പ്രത്യേകിച്ച് പിന്നെ ഇപ്പോൾ ആളുകൾ എന്നും വൈകുന്നേരം 4-5 ഈ എണ്ണക്കടികൾ കഴിച്ചിട്ടാണ് ആളുകൾ വരുന്നത്. ഈ 5-4-5 എണ്ണക്കടികൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മയണൈസും അതിലൊക്കെ മുക്കി പുരട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഫുള്ള് ട്രാൻസ് ഫാറ്റാണ് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുന്നത്. ഇത് ബ്ലോക്ക് ഉണ്ടാക്കുന്നുള്ളത് ഒരു സംശയമില്ല കേട്ടോ. സംശയമില്ല. ബ്ലഡിനകത്ത്, വെസലിൻ്റെ അകത്ത്, രക്തക്കൊലിൻ്റെ അടുത്ത് ബ്ലോക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കും. നിങ്ങൾ വൈകുന്നേരം ചായ കുടിക്കേണ്ട ഒന്നുമില്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു കണക്ക് വേണം. നമ്മളത് പണ്ട് എങ്ങനെ കഴിച്ചിരുന്നത്, ഒരു കടി ഒരു ചായ അങ്ങനെ നിങ്ങൾ കഴിച്ചോളി. നിങ്ങൾ അതിൻ്റെ ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയ പഴംപൊടിയൊക്കെയാണ് നല്ല എണ്ണ പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊരു പേപ്പറിൻ്റെ അകത്തിട്ടിട്ട്, അതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകത്തിട്ടിട്ട് അമർത്തിയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് ഒന്ന് കഴിച്ചോളൂ, കുഴപ്പമില്ല. ഒന്നൊക്കെ ഒരു ദിവസം കഴിക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വിട്ടുപോയൊരു സംഭവമുണ്ട്. അലർജി മാറാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണമാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്.
നമ്മൾ മനസ്സിന് റാഹത്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ബേജാറും വെത്തപ്പാടും എപ്പോഴും അങ്ങനെയാണെങ്കിൽ കോർട്ടിസോളിൻ്റെ അളവൊക്കെ കൂടി നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു നീർക്കെട്ടിൻ്റെ അവസ്ഥ ഉണ്ടാവും. ഓക്കെ, ആ നീർക്കെട്ടിൻ്റെ അവസ്ഥ തന്നെ മതി നമുക്ക് അലർജി കൂട്ടാൻ. അത് 100% തെളിയിച്ചൊരു വിഷയമാണ്. അപ്പോൾ സ്ട്രെസ്സ് മനസ്സിലുള്ള ആളുകൾ ഒക്കെ എന്ത് ചെയ്യുക, മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ സിമ്പിളാണ് അല്ലേ, നിങ്ങൾ പറയുന്നുണ്ടാവും ഡോക്ടർക്ക് പറയാൻ സുഖമാണ്, പക്ഷെ കഴിയുക എന്നുള്ളത്. എല്ലാവരും ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. പക്ഷെ നമ്മളെ പ്രശ്നത്തിൻ്റെ പിന്നാലെ പോകാണ്ട് ഈ ടെൻഷനുകളൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വഴിയാണ് നമ്മൾ എന്നും രാത്രി കിടക്കുമ്പോൾ അന്നത്തെ ടെൻഷനൊന്ന് എഴുതി വെക്കുക എന്നുള്ളത്. ഒന്ന് എഴുതി നോക്കുക. പല ടെൻഷൻ്റെയും കാരണം നമ്മൾ കാട് കയറി ചിന്തിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, അതങ്ങനെ ചിന്തിച്ച് വേറെ എന്തൊക്കെയോ ആയി മാറിയിട്ടുണ്ടാവും, എവിടെയോ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എഴുതുമ്പോൾ കറക്റ്റ് നമുക്ക് ആ തോട്ടിന് ഒരു ഡയറക്ഷൻ കിട്ടും. നമ്മൾ പൊട്ടത്തരം എഴുതാൻ കഴിയില്ല, കുറച്ച് പാടാണ്. നമ്മൾ എഴുതുമ്പോൾ കുറച്ച് സമയം കിട്ടും. ആ സമയത്ത് എന്ത് പൊട്ടത്തരം ഞാൻ എഴുതുന്നത് എന്നുള്ളൊരു ഉത്ബോധം വരും. അതേപോലെ ഒരു ഡയറക്ഷൻ കിട്ടും, കറക്റ്റ് ചിന്തകൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പോകില്ല. അപ്പോൾ ഒന്ന് എഴുതി വെക്കുക. നമുക്കുള്ള വിഷമങ്ങൾ പോസിറ്റീവായിട്ട് എഴുതുക. ഉദാഹരണത്തിന് നമ്മളോട് ഒരാൾ ഭയങ്കര മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും, അയാളുടെ മൂഡൊന്ന് ശരി ഉണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും അയാൾ, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്, അയാളങ്ങനെ സാധാരണ അങ്ങനെ പറയാത്ത ആളാണല്ലോ. ഈ രീതിയിൽ എന്ത് ചെയ്യാം, തോട്ടിനെ കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ടെൻഷനൊക്കെ ഇറക്കി വെച്ച് ആയത്താവുക എന്നുള്ളത് ഇതിന് പ്രധാനപ്പെട്ട വിഷയമാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഉറക്കം കറക്റ്റാക്കുക. ഒരു 6 മുതൽ 8 മണിക്കൂർ ദിവസവും ഉറങ്ങുക. 25 കിലോഗ്രാം വെയിറ്റിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ദിവസവും കുടിക്കണം. അതായത് ഒരു 50 കിലോ ഉള്ള ആളാണെങ്കിൽ 2 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എന്നും കുടിക്കുക. വെള്ളം കുറഞ്ഞാലും അലർജിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടും കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ അലർജിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഇൻഷാല്ലാഹ് ഞാൻ മാക്സിമം ഉത്തരം തരാൻ നോക്കുന്നുണ്ട്. ഒരുപാട് കമൻസൊക്കെ വരാറുണ്ട്, പലപ്പോഴും നോക്കാൻ പറ്റാറില്ല. ഒന്നും വിചാരിക്കരുത് കേട്ടോ, നേരമില്ലാത്തതുകൊണ്ട് ഒരുപാട് കമൻറ്റ് വരുമ്പോഴേ ഞാനൊരാളല്ലേ കേട്ടോ, നിങ്ങൾ ഒരുപാട് പേരുണ്ട്, ഞാനൊരാളല്ലേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് നല്ലൊരു കൺസൾട്ടേഷൻ എടുക്കുക കേട്ടോ. ഞാനിവിടെ ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ചോദിച്ചറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നാൽ കുറച്ച് സമയം ഇരിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ വന്നാൽ മതി കേട്ടോ. എനിക്ക് അതിന് പെട്ടെന്ന് തട്ടി മുട്ടിയിട്ടുള്ള പരിപാടി എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് സമയം നിൻ്റെ അടുത്ത് ഇരുന്ന് ഞാൻ കറക്റ്റ് എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് കറക്റ്റ് നിങ്ങളെല്ലാ വിഷയങ്ങളും നോക്കി നിങ്ങൾക്ക് വേണ്ട മരുന്ന് കറക്റ്റാക്കി നോക്കിയിട്ട് അതിനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല മെഡിസിൻസ് നിങ്ങൾക്ക് തരികയാണ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ആളുകളുടെ അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ.